RSS മേധാവിയുടെ പരിപാടിയിൽ സർവകലാശാല വിസിമാർ പങ്കെടുത്തത് ഗുരുതര വീഴ്ചയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 3 വിസിമാരും കേരളത്തോട് മാപ്പ് പറയണം. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. PR സുനിൽ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. സുനിൽ, അപ്പോൾ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നു, അതോടൊപ്പം RSSന് കൂട്ടുനിൽക്കുന്നു, RSSന് ചൂട്ടുപിടിക്കുന്ന നിലപാടാണ് ഇപ്പോൾ പുതിയ UDF സർക്കാർ സ്വീകരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ അക്ഷരം മിണ്ടുന്നില്ല. കടുത്ത വിമർശനം. SFIയും CPMഉം അല്പസമയം മുമ്പ് മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ ഇതാ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. അപ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെ സർക്കാരും ഈ വിഷയം കാണുകയാണല്ലേ സുനിൽ? അന്തു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം, കേരളത്തിൽ സർവകലാശാലകളിലെ കാവ്യവൽക്കരണം ആരോപിച്ചുകൊണ്ട് ഇടതുപക്ഷം വലിയ സമരങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. SFIയും DYFIയും ഒക്കെ തന്നെ സമരരംഗത്തേക്ക് ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഗവർണർക്കെതിരെ തെരുവിൽ വലിയ ഒരു പ്രതിഷേധമൊക്കെ തന്നെ CPMഉം നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ വിഷയത്തിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ മൗനം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നില്ല. സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനെതിരെ എന്തെങ്കിലും ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നില്ല എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ നേരത്തെ ഉയർന്നിരുന്നതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ RSS പരിപാടിയിൽ 3 സർവകലാശാല VCമാർ പങ്കെടുത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഫേസ്ബുക്കിലാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് വന്നിരിക്കുന്നത്. അതിങ്ങനെയാണ്: RSS ശതാബ്ദിയുടെ ഭാഗമായി സർ സംഘചാലക് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവമായി കാണുന്നു. ഗുരുതരമായ വീഴ്ചയാണ് VCമാർ ഉണ്ടാക്കിയത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്ത ഒരു നടപടിയാണ് ഉണ്ടായതെന്ന് VD സതീശൻ ചൂണ്ടിക്കാണിക്കുന്നു. കേരളീയ പൊതുസമൂഹത്തിന് VCമാർ വൈസ് ചാൻസലർ പദവിയോട് ആദരവുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിന്റെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കില്ല, അത് വെച്ചുപൊറിപ്പിക്കാനാകില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VCമാരും കേരളത്തോട് മാപ്പ് പറയണം എന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെടുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിലൊക്കെ തന്നെ പ്രതികരിക്കാത്തതെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സുനിൽ, ഇനിയിപ്പോൾ അറിയേണ്ടത് ഇതിന്റെ തുടർ നടപടി എന്താകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നത്. അത് ശക്തമായ പ്രതികരണം പല ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ വിമർശനം ഉണ്ടായതിനു പിന്നാലെയാണ്. നമുക്ക് ഇന്ന് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ കൂടി, ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. MG സർവകലാശാല VCയായി സംഘപരിവാർ അധ്യാപക സംഘടനാ നേതാവിനെയാണ് നിയമിച്ചത്. സെനറ്റിൽ 19 സംഘപരിവാറുകാരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഗവൺമെന്റാണല്ലോ അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയേണ്ടത്, അത്തരം നടപടികളെ എതിർക്കേണ്ടത്. എന്നാൽ സർക്കാർ തയ്യാറായിട്ടില്ല. UDF രാഷ്ട്രീയ നേതൃത്വവും അക്കാര്യത്തിൽ എതിർക്കാൻ തയ്യാറായതായി കാണുന്നില്ല. മാത്രമല്ല, ഗവർണറുമായി ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലിനുമില്ല എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. ഗവർണറുടെ നിലപാട് എന്ന് പറയുന്നത് RSSന് വേണ്ടിയുള്ള നിലപാടാണ്. RSSന്റെ നിലപാടിന് മുന്നിലുള്ള പൂർണ്ണമായ കീഴടങ്ങലാണ് ഇവിടെ UDF സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിനെ എതിർക്കുന്നില്ല എന്ന സമീപനം പുതുതാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഇതിനെ എതിർക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്.